ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരവാദം തുറന്നുകാട്ടുന്നതിനുള്ള സർവകക്ഷി സന്ദർശനം തുടരുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് ഇറ്റലി നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ ശനിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരാൻ സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. കവി സമ്മേളനം, ഇന്ത്യയിലെ സ്ത്രീവാദ സാഹിത്യം, ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യത്തിന്റെ പുതിയ ദിശകൾ എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾക്ക് 2 ദിവസത്തെ സമ്മേളനം വേദിയാകും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ചാണ് രാഷ്ട്രപതി ഭവൻ സാഹിത്യ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഇന്ന് സിക്കിമിന്റെ 50ാം സംസ്ഥാന രൂപീകരണ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സന്ദർശനങ്ങൾക്ക് തുടക്കമാകുന്നത്. തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിം അറ്റ് 50 പുരോഗതി ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും പ്രകൃതിയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നിടം എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളുമായി സിക്കിം ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നംചിയിൽ 750 കോടി രൂപയുടെ 500 കിടക്കകളുള്ള ജില്ലാ ആശുപത്രി ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ശ്രീ മോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഡ്രോൺ ഷോ സംഘടിപ്പിക്കും. സിക്കിം സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലെത്തും. അലിപുർദ്വാർ, കൂച്ച് ബെഹാർ ജില്ലകളിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കും വാഹനങ്ങൾക്കും പ്രകൃതിവാതകം ലഭ്യമാക്കുകയാണ് 1010 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ലക്ഷ്യം. ബീഹാറിൽ വൈകുന്നേരം പാട്ന വിമാനത്താവളത്തിന്റെ പുതുതായി നിർമ്മിച്ച പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ശേഷം ശ്രീ നരേന്ദ്രമോദി പാട്നയിൽ റോഡ് ഷോ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനുള്ള പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. 62,000 കോടി രൂപയുടെ 3 പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. വിവിധ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ റോഡ്, വൈദ്യുതി, ജലവിഭവ മേഖലകളുമായി ബന്ധപ്പെട്ടവയാണ് ഈ പദ്ധതികൾ. പദ്ധതി നിർവഹണത്തിലെ തടസ്സങ്ങൾ മറികടക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇതുവരെയുള്ള പ്രഗതി യോഗങ്ങളിൽ 20.64 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 373 പദ്ധതികൾ അവലോകനം ചെയ്തു. പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റോമിലെത്തി. ഭീകരവാദം നയമായി സ്വീകരിച്ച രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അദ്ദേഹം റോമിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കി. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്തോനേഷ്യ സന്ദർശിച്ചു. ആസിയാൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ കാവു കിം ഹോണുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തി. ഭീകരവാദത്തെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ അവകാശത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിലെ ഇറ്റാലിയൻ എംബസിയിൽ നടന്ന ഇറ്റാലിയൻ ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് ഇറ്റലി നൽകിയ പരിപൂർണ പിന്തുണയിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. We are thankful, Ambassador, for Italy's solidarity and support to India following the barbaric terror attack in Pahalgam in Jammu and Kashmir. India's right to defend its people against acts of terror has also been recognized by countries across the world. We believe that the world will have zero tolerance for terrorism and cross-border terrorism. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഇന്ന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടക്കും. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രിൽ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനം ഇതിന്റെ ഭാഗമായി നൽകും. വിവിധ മതസംഘടനകൾ, സർക്കാർ വകുപ്പുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും.
14 ഖാരിഫ് വിളകൾക്കുള്ള താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. സാധാരണ നെല്ല് ക്വിന്റലിന് 2300 നിന്ന് 2369 ഗ്രേഡ് എയ്ക്ക് 2320 നിന്ന് 2389 ഉയർത്തി. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് ഹ്രസ്വകാല വായ്പ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി തുടരാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, പരുത്തി എന്നിവയുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകൾക്കാണ് അവധി ബാധകമായിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2219 അധിക തസ്തിക അനുവദിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ മേഖലയിലെ 552 സ്കൂളുകളിൽ 915 658 എയ്ഡഡ് സ്കൂളുകളിൽ 1304 അധിക തസ്തികകളാണ് അനുവദിച്ചത്. 2024 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായാണിത്. വികസന പദ്ധതികൾ നടപ്പാക്കാൻ 982 കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വായനശാലകൾ സാമൂഹിക പുരോഗതിയുടെ കേന്ദ്രങ്ങളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുക്കപ്പെട്ട 3000 വായനശാലകളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് സമാപനമായി. വിമാനത്താവളത്തിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച ഹജ്ജ് ക്യാമ്പ് അവസാനിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് 166 തീർത്ഥാടകരുമായി ഈ വർഷത്തെ അവസാനത്തെ ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഈ മാസം 11 ആരംഭിച്ച ഹജ്ജ് സർവീസിൽ ഇതുവരെ 28 വിമാനങ്ങളിലായി 4757 പേരാണ് ഹജ്ജിനായി പോയത്. ഇതിൽ 2847 സ്ത്രീകളും 1910 പുരുഷന്മാരും ഉൾപ്പെടുന്നു. വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ പ്രവർത്തിച്ച ഹജ്ജ് ക്യാമ്പ് ഇന്നലെ രാത്രിയോടെ അവസാനിച്ചു. സംസ്ഥാനത്തെ മികച്ച ക്യാമ്പാണ് കണ്ണൂരിലേതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. കേരള തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ എണ്ണ മലിനീകരണ സാധ്യത തടയുന്നതിന് കൊച്ചിയിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. അതേസമയം ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടെയ്നർ കൊല്ലം തുറമുഖത്ത് ട്രെയിലറിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം കടലിൽ നിന്ന് തുറമുഖ വാർഫിൽ കയറ്റിവെച്ച ഒരു കണ്ടെയ്നറും ഉള്ളിലെ പോളിയെത്തിലിൻ ചാക്കുകളും യാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രോൺ സർവേ പൂർത്തിയായ ഇടങ്ങളിൽ ഇന്ന് ശുചീകരണം നടത്തും. ബാക്കി കണ്ടെയ്നറുകളും കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. IPL 2020 ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നാളെ നടക്കുന്ന മത്സരത്തിൽ 3ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടാൻ 10 MLAമാർ ഗവർണറെ കണ്ടു. ഇംഫാലിലെ രാജ്ഭവനിൽ ഗവർണർ അജയ് കുമാർ ഭല്ലയെ സന്ദർശിച്ച MLAമാർ ഒരു സ്വതന്ത്ര MLA അടക്കം 45 പേർ സർക്കാർ രൂപീകരണത്തെ അനുകൂലിക്കുന്നതായി അറിയിച്ചു. ഗാസയിലെ ഹമാസ് തലവൻ മുഹമ്മദ് സിൻവറിനെ വധിച്ചതായി ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ യഹിയ സിൻവറിനെ മാസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് നേരത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരവാദം തുറന്നുകാട്ടുന്നതിനുള്ള സർവകക്ഷി സന്ദർശനം തുടരുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് ഇറ്റലി നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ ശനിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരാൻ സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത.
IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.